അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റജബ് 27 മിഅ്റാജിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒപ്പം ഈ രാവിൽ ചൊല്ലേണ്ട ദിക്റുകളും അവയുടെ അർത്ഥവും ലളിതമായി പറഞ്ഞുതരാം. അതായത് വലിച്ചു നീട്ടാതെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യം എന്തൊക്കെ വിഷയങ്ങളാണ് ഇന്ന് പറഞ്ഞു തരുന്നത് എന്ന് സൂചിപ്പിക്കാം. ഒന്ന്, ഈ നോമ്പിൻ്റെ നിയത്ത്. എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത്, എപ്പോഴാണ് നിയത്ത് കരുതേണ്ടത്, നിയത്ത് മറന്നാൽ എന്താണ് പരിഹാരം, അതുപോലെ ഈ നോമ്പ് എപ്പോഴാണ് നോൽക്കേണ്ടത്, ഗൾഫിലുള്ളവർ എപ്പോൾ നോൽക്കണം, അതേപോലെ നാട്ടിലുള്ളവർ എപ്പോഴാണ് നോൽക്കേണ്ടത്, ഈ ഒറ്റ ദിവസം മാത്രമായി നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ, റമദാൻ നോമ്പ് ഖളാ ഉള്ളവർക്ക് എന്താണ് പരിഹാരം, രണ്ട് നോമ്പും ഒന്നിച്ചു നോൽക്കാൻ പറ്റുമോ, നേർച്ചയാക്കിയ നോമ്പും സുന്നത്തായ നോമ്പും ഒന്നിച്ചു നോൽക്കാൻ പറ്റുമോ, അതുപോലെ ഈ വിശുദ്ധമായ രാവിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്, അവയുടെ അർത്ഥം എന്താണ്, ഇതിൻ്റെ പുണ്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ലളിതമായി പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോകാം. ആദ്യം നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഈ നോമ്പിനെ പറ്റി ഒരു പക്ഷേ കമൻറ്റ് ബോക്സുകളിൽ പല ആളുകളും ഇങ്ങനൊരു നോമ്പില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് എതിർത്ത് പോയിട്ടുണ്ടാകും. ഈ നോമ്പ് എന്ന് പറയുന്നത് വളരെ പുണ്യകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല ഒരുപാട് മഹത്വക്കൾ ഇതിൻ്റെ പുണ്യത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ തർക്കങ്ങളിലേക്കൊന്നും നിൽക്കാതെ കാര്യങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, വിശുദ്ധ റമദാനിന് ശേഷം നോമ്പ് നോൽക്കാൻ പൊതുവെ ഏറെ ശ്രേഷ്ഠതയുള്ളൊരു മാസം അത് മുഹറം മാസമാണ്. അത് കഴിഞ്ഞാൽ റജബ് മാസമാണ്. രണ്ടാമതൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മിഅ്റാജിൻ്റെ ദിനം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ഏറെ മഹത്വമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇഹ്യാ ഉലുമുദ്ദീനൊക്കെ പഠിപ്പിക്കുന്നത് 60 മാസത്തെ നോമ്പിൻ്റെ ഫലം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് പുണ്യമുള്ള ഈ നോമ്പ് നമ്മൾ നിലകൊള്ളുന്ന 2026 ഈ വർഷം നോൽക്കേണ്ടത്, കേരളത്തിലും പരിസര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടുകളിൽ ഈ നോമ്പ് വരാം ജനുവരി 17-ാം തീയതി ശനിയാഴ്ചയാണ് റജബ് 27 കടന്നു വരാം. അതേസമയത്ത് പല ഗൾഫ് നാടുകളിലും ജനുവരി 16 വെള്ളിയാഴ്ചയാണ് റജബ് 27 കടന്നു വരാം. അതാത് സ്ഥലങ്ങളിലുള്ളവർക്ക് അതാത് നാടുകളിൽ എന്നാണോ റജബ് 27 അന്നാണ് ഈ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അടുത്ത വിഷയം, ഈ നോമ്പിൻ്റെ നിയത്ത്. വളരെ ലളിതമായി നിയത്ത് മലയാളത്തിൽ തന്നെ കരുതിയാലും മതി. നിയത്ത് കരുതുക എന്നുള്ളതാണ് നിർബന്ധം. കരുതുന്നതോടൊപ്പം വായ കൊണ്ട് പറയൽ നല്ലതാണ്. അപ്പോൾ നാളത്തെ മിഅ്റാജിൻ്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന് കരുതിയാൽ മതി. നാളത്തെ മിഅ്റാജിൻ്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് കരുതിയാൽ മതി. ഇനി പലരുടെയും സംശയം, അത്തായ സമയത്ത് നിയത്ത് കരുതുകയാണെങ്കിൽ എങ്ങനെയാണ് കരുതേണ്ടത് എന്നുള്ളതാണ്. അത്തായ സമയത്ത്, അതായത് സുബ്ഹി ബാങ്കിന് ഒരൽപ്പം മുമ്പാണെങ്കിലും നിയത്തിൽ നാളത്തെ എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഇനി സുന്നത്തായ നോമ്പുകൾക്ക് നമ്മുടെ മദ്ഹബിൽ തന്നെ നിയത്ത് മറന്നാൽ ഒരു പരിഹാരമുണ്ട്. അതായത് സുന്നത്തായ നോമ്പുകൾ മാത്രം നോൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിയത്ത് മറന്നാൽ ഉച്ചയ്ക്ക് മുമ്പ് നിയത്ത് കരുതാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സുബ്ഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള വിഷയമുണ്ട്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അങ്ങനെ ഒരാൾ നേരത്തെ നിയത്ത് മറന്നിട്ടുണ്ടെങ്കിൽ സുബ്ഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ അവൻ സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ സുബ്ഹിക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ട് അവനിക്ക് നിയത്ത് കരുതാം. അങ്ങനെ സുബ്ഹിക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ട്, അതായത് രാവിലെ സമയത്ത് നിയത്ത് കരുതുന്ന ഒരാൾ ഇന്നത്തെ എന്ന് നിയത്തിൽ കരുതിയാൽ മതി. അപ്പോൾ ഇന്നത്തെ മിഅ്റാജിൻ്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവനിക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റും. ഇനി അടുത്ത വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഫർളായ നോമ്പും സുന്നത്തായ നോമ്പും ഒന്നിച്ചു നോൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് നോമ്പ് ഖളാ ഉള്ളവർ മാക്സിമം പ്രയോറിറ്റി കൊടുക്കേണ്ടത് നോമ്പ് ഖളാ വീട്ടാൻ തന്നെയാണ്. ആ ഖളാ വീട്ടിനോടൊപ്പം ഒരു സുന്നത്തായ നോമ്പിനെ കൂടി കരുതിയാൽ അവനിക്ക് രണ്ടും ലഭ്യമാകും എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ്റെ ഫർളായ നോമ്പ് ഖളാ വിടുകയും ചെയ്യും, സുന്നത്തായ നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. എന്താണ് നിയത്ത്? റമദാൻ മാസം ഖളാ ആയ ഫർളാക്കപ്പെട്ട നോമ്പ് നാളത്തെ മിഅ്റാജിൻ്റെ സുന്നത്ത് നോമ്പോട് കൂടെ നാളെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവനിക്ക് നോമ്പ് അനുഷ്ഠിക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ നേർച്ചയാക്കുക എന്നുള്ളത് കൊണ്ട് ഒരാൾ ഒരു നോമ്പ് നേർച്ചയാക്കി, ആ നേർച്ചയാക്കുക എന്നതുകൊണ്ട് നോമ്പ് നിർബന്ധമായി. അങ്ങനെ നേർച്ചയാക്കിയത് മൂലം ഫർളാക്കപ്പെട്ട നോമ്പ് നാളെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് ഒരാൾക്ക് നേർച്ചയാക്കിയ നോമ്പ് നോക്കാം. അങ്ങനെ നേർച്ചയാക്കിയ നോമ്പോടെ കൂടെ ഒരു സുന്നത്തായ നോമ്പിനെ കൂടി കരുതാൻ പറ്റും. അതേസമയത്ത് ഒരാൾക്ക് നേർച്ചയാക്കിയ നോമ്പുണ്ട്, അതേപോലെ റമദാൻ മാസം ഖളായി പോയ നോമ്പുണ്ട്. അങ്ങനെ രണ്ട് നോമ്പുണ്ടെങ്കിൽ അത് വേറെ വേറെ ദിനങ്ങളിൽ നോക്കണം. അതായത് രണ്ട് ഫർളായ നോമ്പ് ഒന്നിച്ചൊരു ദിവസം നോക്കാൻ പറ്റില്ല. അതേസമയത്ത് ഒരു ഫർളായ നോമ്പ് നോക്കുന്നതോടൊപ്പം ഒരു സുന്നത്തിന് കൂടി കരുതാൻ പറ്റും എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഫർളായ നോമ്പാണ് ഒരാൾ നോക്കുന്നതെങ്കിൽ അവന് നിയത്ത് സുബ്ഹിക്ക് മുമ്പ് തന്നെ കരുതണം.
സുബഹിക്ക് ശേഷം നിയത്ത് വെച്ചാൽ മതിയാകൂല. സുബഹി ബാങ്കിന് മുമ്പ് തന്നെ നിയത്ത് കരുതിയിരിക്കണം. ഇനി അടുത്തൊരു വിഷയം ശ്രദ്ധിക്കുക. സാധാരണ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആയിട്ട് ഈ മിറാജിൻ്റെ നോമ്പ് വരുമ്പോൾ പലരുടെയും സംശയം ഈ ദിവസങ്ങളിൽ മാത്രമായിട്ട് ഈ നോമ്പ് നോൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇങ്ങനെ പ്രത്യേകമായൊരു നോമ്പ് ഇത്തരം ദിനങ്ങളിൽ കടന്നു വരുമ്പോൾ നമുക്ക് ഈ ദിവസങ്ങൾ മാത്രമായിട്ട്, അപ്പോൾ ശനിയാഴ്ച ആണെങ്കിൽ ഈ മീറാജിൻ്റെ നോമ്പ് ശനിയാഴ്ച മാത്രമായിട്ട്, വേറെ അതിന് മുമ്പോ ശേഷമോ നോമ്പ് നോൽക്കുന്നില്ല എങ്കിൽ പോലും മീറാജിൻ്റെ നോമ്പ് ആ ദിനം നോമ്പ് നോൽക്കാം. അതേപോലെ ഗൾഫ് നാട്ടിലുള്ളവർക്ക് വെള്ളിയാഴ്ച വേറെ മുമ്പോ ശേഷമോ നോമ്പ് നോൽക്കുന്നില്ല എങ്കിൽ പോലും ആ വെള്ളിയാഴ്ച മാത്രം ആ നോമ്പ് അവർക്ക് നോൽക്കാൻ പറ്റും. ആവശ്യം ശ്രദ്ധിക്കാം. ഇനി ഈ മിറാജിൻ്റെ രാവിൽ ചൊല്ലേണ്ട ദിക്റുകളുമായി ബന്ധപ്പെട്ടാണ് പലർക്കും അറിയാനുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കുക, മിറാജിൻ്റെ രാവ് എന്നുള്ളത് പൊതുവെ ദുആഇന് ഏറെ ഉത്തരമുള്ള ഒരു രാവാണ്. എന്താണ് ഇസ്രാ മിറാജ് എന്നുള്ള വിഷയങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് അവതരിപ്പിക്കാം. മിറാജിൻ്റെ രാവ് എന്നുള്ളത് പൊതുവെ ദുആഇന് ഏറെ ഉത്തരമുള്ള ഒരു രാവാണ്. അതുകൊണ്ട് ഈ രാവിൽ മാക്സിമം നമ്മൾ ദുആകളും ദിക്റുകളും ഒക്കെ അധികരിപ്പിക്കാം. കൂട്ടത്തിൽ ഇത്തരം ഏറെ പ്രാധാന്യമുള്ള രാവുകളിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇസ്തിഗ്ഫാറും അതേപോലെ മറ്റൊന്ന് സ്വലാത്തും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിറാജ് യാത്രയുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ രാവ് പ്രധാനമായും നമ്മൾ കൊണ്ടാടുന്നത്, ഇസ്രാ മിറാജുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ ചരിത്രങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നമ്മൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സലാത്തുകൾ അധികരിപ്പിക്കാം, ഒപ്പം ഇസ്തിഗ്ഫാറും നല്ലവണ്ണം അധികരിപ്പിക്കാം. കൂട്ടത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്ർ കൂടി പറഞ്ഞുതരാം. അതായത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഏതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ഈ ദിക്ർ നമ്മൾ മാക്സിമം അധികമായി ഈ രാവിൽ ചൊല്ലാം. ഇത് ചൊല്ലുന്നതിലൂടെ നമ്മുടെ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ മർമ്മപ്രധാനമായ ഉദ്ദേശമാണ് ഈമാൻ സലാമത്താവുക എന്നുള്ളത്. ഇത് ചൊല്ലുന്നതിലൂടെ ഈമാൻ സലാമത്താവാനും അതുമൂലം സ്വർഗ്ഗപ്രവേശനം ലഭ്യമാകാനും കാരണമായി മാറും. അതുകൊണ്ട് ഈ ദിക്റുകൾ നമ്മൾ അധികമായി അധികരിപ്പിക്കാം. ഇനി ഒരു പക്ഷേ വലിയ ശുദ്ധിയിലൂടെയൊക്കെ കടന്നു പോകുന്ന സ്ത്രീകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം. അവർ നോമ്പ് നോൽക്കാനൊന്നും നിൽക്കരുത്. അതേ സമയത്ത് ഈ ദിക്റുകൾ അവർക്ക് ചൊല്ലാം. ആവശ്യം ശ്രദ്ധിക്കാം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു തആല ഈ വിശുദ്ധമായ രാവും തുടർന്നുള്ള ദിനങ്ങളും നല്ല രൂപത്തിൽ കൊണ്ടാടാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്തുന്നു. നിങ്ങൾക്കറിഞ്ഞിരിക്കും നാഫി അക്കാഡമി എന്ന് പറയുന്ന പുതിയൊരു സംരംഭത്തെ പറ്റി. നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ ചിലവിൽ, അതായത് വെറും 1490 രൂപ ചിലവഴിച്ച് ലൈഫ് ലോങ്ങിലേക്ക്, അതായത് എക്കാലത്തേക്കും ഒറ്റ പേയ്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോഴ്സ് എടുക്കാനും അതിലൂടെ ഇസ്ലാമികപരമായി ബന്ധപ്പെട്ട അറിയേണ്ട വിഷയങ്ങളൊക്കെ ഏറ്റവും ലളിതമായി പഠിക്കാനും ഒപ്പം ക്ലാസ് നോട്ട്സുകൾ കൂടി ലഭ്യമാകാനും എക്സാമുകൾ ആവശ്യമെങ്കിൽ അറ്റൻഡ് ചെയ്യാനും അതുമൂലം സർട്ടിഫിക്കറ്റ് ലഭ്യമാകാനും ഒക്കെ സാധ്യമാകുന്ന രൂപത്തിൽ വളരെ പ്രൊഫഷണലായിട്ട് നാഫി അക്കാഡമി എന്ന് പറയുന്ന ഒരു എഡ്യൂടെക് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 3 മാസത്തെ ഹിക്മ എന്ന് പറയുന്ന ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 മാസം മുമ്പ് ലോഞ്ച് ചെയ്ത നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും യൂട്യൂബിലും മാത്രം അതിനെപ്പറ്റി പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ ഏകദേശം 100ഓളം പേര് നിലവിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് പ്രൊഫഷണൽസ് ആയ ആളുകളും സാധാരണക്കാരും എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് കാര്യങ്ങളുള്ളത്. മാത്രമല്ല ജോയിൻ ചെയ്ത എല്ലാവരും ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും മാക്സിമം ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കും. അതല്ല എങ്കിൽ നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്റർ നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ തരും. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരോടും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.